ഹലോ, ഐ എം ഗ്രേസ്. വെൽക്കം ടു ബ്ലിസ് വിത്ത് ഗ്രേസ്. സോ നമ്മൾ ഇന്ന് എന്താ ചെയ്യുന്നത് നമ്മൾ കണ്ടുല്ലോ. എന്താണ് നമ്മൾ ഹൂപ്പ് തുന്നിയിട്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ത്രെഡ് വേണം, കത്ര വേണം, നമ്മൾ ചെയ്ത ഹൂപ്പ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ പോണേട്ടാ. അപ്പോൾ നമ്മളത് ആദ്യം ഫസ്റ്റത്തെ ആ ഒരു ലെയർ അഴിച്ചിട്ട് നമ്മൾ ഇതേ സൈസിൽ തന്നെ വേറൊരു ക്ലോത്ത് നമ്മൾ സ്ക്വയറാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതും എങ്ങനെയൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഈ ഹൂപ്പ് നമ്മൾ കറക്റ്റ് റൗണ്ടിൽ എങ്ങനെയാണ് നമ്മുടെ അത് നമ്മുടെ ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആദ്യത്തെ റിങ് വെച്ചതിന് ശേഷം നന്നായി അത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ആ സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളതിങ്ങനെ വലിച്ച് അടിയിലത്തെ തുണി മുകളിലത്തെ തുണി വലിച്ച് അത് ടൈറ്റ് ചെയ്ത് അത് എത്ര ലൂസായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക, അതനുസരിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി ഒന്ന് വലിച്ച് ഫുൾ റൗണ്ട് ഒന്ന് വലിച്ചു കൊടുക്കണം, എന്നാലാണ് അത് ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ. പിന്നെ നമ്മൾ ബാക്കിൽ നോക്കുമ്പോൾ അത് ഫുള്ളിങ്ങനെ എന്താ പറയുക സ്ട്രെച്ചായിട്ടിരിക്കണം. അല്ലെങ്കിൽ ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ അതൊരു ഫിനിഷിങ്ങിൽ അതിങ്ങനെ നമുക്ക് തുന്നാൻ പറ്റിയൊന്നും വരില്ല. പിന്നെ എൻ്റെ വേർഷൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് തുന്നാറ്. 2 തുണി വെച്ചിട്ട് തുന്നാറാണ് ചെയ്യാറ്. ചിലർക്ക് വേണമെങ്കിൽ മറ്റേ കാർഡ്ബോർഡ് വെച്ചിട്ട് ഫസ്റ്റ് വെച്ച് ഒട്ടിക്കുകയും പിന്നെ വേറെ പല മെത്തേഡുകളുണ്ട് കേട്ടോ. യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ തന്നെ കുറേ മെത്തേഡുകൾ ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് ആപ്റ്റായിട്ട് തോന്നിയത് ഇതായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഹൂപ്പ് തുന്നുമ്പോൾ നമ്മുടെ ആ ഒരു എക്സസ് ആയ തുണികളുണ്ടല്ലോ, ആ ഒരു സ്ക്വയറിൻ്റെ ആ ഓരോ മൂലകളുണ്ടാവുമല്ലോ, അത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 തുണി ഒരുമിച്ച് വെച്ച് മടക്കിയിട്ട് നമ്മളങ്ങനെ സാധാരണ തുന്നുന്ന പോലെ അങ്ങോട്ട് മടക്കി അങ്ങോട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സാധാരണ ആങ്കർ നൂൽ എന്ന് പറയുമ്പോൾ 8 സ്റ്റാൻഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാനിതിൽ ആ 8ൻ്റെ പകുതി 4 അങ്ങനെ ഇട്ടെടുത്താണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കട്ടി കുറവ്. 8 നമുക്ക് ആ ഒരു ത്രെഡ് ആ ഇതിലേക്ക് കയറ്റാനായിട്ട് തുണിയിൽ കോർത്തെടുക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഭയങ്കര ടൈറ്റായിരിക്കും, നമുക്ക് കൈ വേനെടുക്കും. പിന്നെ നമ്മൾ പല്ലോണ്ടൊക്കെ പഠിച്ച് ഇങ്ങനെ വലിച്ച് കയറേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടും ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് അതിന് പകുതിയാക്കുക. അപ്പോൾ 4 നൂല് വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് കയറും ചെയ്യും. പിന്നെ നമ്മൾ ആ ഒരു ഫുൾ റൗണ്ട് നമ്മൾ തുന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ പൊന്തിയിട്ടാവും ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളതൊന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ താഴ്ന്ന് പോകണ കാണാം. നമ്മുടെ തൊട്ടാവാടി ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ താഴ്ന്നു പോലെ, അതേപോലെ ഇങ്ങനെ താഴ്ന്നു പോകും. അതൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സസൈസ് നൂല് നമ്മൾ കട്ട് ചെയ്ത് കളയുക. പിന്നെ എൻ്റെ ഒരു ലോഗോ ഉണ്ട്, ബ്ലിസ് വിത്ത് ഗ്രേസ്, അതിൻ്റെ ഒരു സ്റ്റാമ്പ് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.